ഹലോ ഗൈസ്, വെൽക്കം ടു ജെന്വിൻ പി എസ് സി ആസ്പിറൻറ്റ്. ഇന്ന് നമുക്ക് മാസ് ഇനിഷ്യേറ്റീവിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച UPSC 2018 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 5 ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. നമുക്ക് സെക്കൻഡ് പാർട്ടിലോട്ട് കടക്കാം. ഇത് വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടി ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും. ലെറ്റ്സ് മൂവ് ടു 6th ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ ടേം മെർച്ചൻറ്റ് ഡിസ്കൗണ്ട് റേറ്റ്? ഓക്കെ, മെർച്ചൻറ്റ് ഡിസ്കൗണ്ട് റേറ്റിനെ ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ടേം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ 4 ഓപ്ഷനും വായിച്ച് നോക്കിയെന്ന് വിചാരിക്കുക. നമുക്ക് കണ്ടൻറ്റ് അങ്ങനെ ഒന്നും കിട്ടുന്നില്ല. കണ്ടൻറ്റ് ഇല്ലാത്തൊരു വ്യക്തിയെ ഇതിനെക്കുറിച്ച് നോളജ് ഇല്ല. അപ്പം നമ്മളിതെങ്ങനെ നമുക്ക് ലോജിക്ക് ഉപയോഗിച്ച് കറക്റ്റ് ആക്കാം നോക്കാം. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മെർച്ചൻറ്റ് ഡിസ്കൗണ്ട് റേറ്റിന് 2-3 വട്ടം വായിക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെർച്ചൻറ്റും ഉണ്ട്, ഡിസ്കൗണ്ടും ഉണ്ട്. മെർച്ചൻ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ കടകളിൽ ഇപ്പം എന്തെങ്കിലും നമ്മൾ സാധനം വാങ്ങുമ്പോൾ ആ കടക്കാരനാണ് മെർച്ചൻ്റായിട്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. കടക്കാരൻ മെർച്ചൻ്റ് ആകുമ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ഒരു കുറവ്. ഇപ്പം 500 രൂപയുടെ സാധനത്തിൽ 50 രൂപ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈനസ് ചെയ്യാറല്ലേ. അപ്പോൾ നമുക്ക് 450 രൂപയ്ക്ക് ആ സാധനം കിട്ടും. ഓക്കെ, മെർച്ചൻ്റും ഉണ്ട്, എന്തോ ഒരു ഡിസ്കൗണ്ടും ഉണ്ട്. ആ ഒരു ബോധത്തിൽ നമുക്ക് ഈ ഓപ്ഷൻസ് വായിക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ, ദ ഇൻസെൻറ്റീവ് ഗിവൺ ബൈ എ ബാങ്ക് ടു ദ മെർച്ചൻറ്റ്. ബാങ്ക് മെർച്ചൻറ്റിന് കൊടുക്കുന്ന കാശ ഫോർ അക്സെപ്റ്റിംഗ് പേയ്മെൻറ്റ് ത്രൂ ഡെബിറ്റ് കാർഡ് ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഡെബിറ്റ് കാർഡ് വഴി നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ ആ കടക്കാരൻ ആക്ച്വലി ബാങ്ക് കുറച്ച് ക്യാഷ് എന്താ പറയുക ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് പിടിക്കും, ബാങ്കിൻ്റെ ഫീസായിട്ട് പിടിക്കും. അപ്പോൾ ഒരിക്കലും ബാങ്ക് കടക്കാരൻ അങ്ങോട്ട് കൊടുക്കത്തില്ല ക്യാഷ്. ഓക്കെ, ഇത് മെർച്ചൻ്റ് ആണെങ്കിൽ ബാങ്ക് ഒരിക്കലും അങ്ങോട്ട് കൊടുക്കൂല. പകരം മെർച്ചൻ്റ് ആണ് ബാങ്കിന് കുറച്ച് ഫീസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാ. ആ ലോജിക്ക് ഉപയോഗിച്ച് നമുക്കറിയാം പല കടകളിലും ഡെബിറ്റ് കാർഡ് വഴി ക്യാഷ് അടയ്ക്കുമ്പോൾ അവർ പറയും ഒന്നെങ്കിൽ ക്യാഷ് ആയിട്ട് തരും, അല്ലെങ്കിൽ ഗൂഗിൾ പേ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇനി അടുത്ത ഓപ്ഷൻ വായിച്ചു നോക്കാം. ദ എമൗണ്ട് പെയ്ഡ് ബൈ ബാങ്ക്സ് ടു ദെയർ കസ്റ്റമേഴ്സ് വെൻ ദേ യൂസ് ഡെബിറ്റ് കാർഡ് ഫോർ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് ബാങ്ക് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന കാശ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർക്ക് ബാങ്ക് തരുന്ന കാശ് എപ്പോഴാണ്? ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ. അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നില്ല. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചെന്ന് വിചാരിച്ച് നമ്മുടെ ATM-ലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വല്ല ക്യാഷ് എങ്ങാനും കയറിയിട്ടുണ്ടോ? ഇല്ല. അത് ഒരു ലോജിക്ക് ഉപയോഗിച്ച് നമുക്കത് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുക. ദ ചാർജ് ടു എ മെർച്ചൻറ്റ് ബൈ എ ബാങ്ക് ഫോർ അക്സെപ്റ്റിംഗ് പേയ്മെൻറ്റ് ഫ്രം ഹിസ് കസ്റ്റമേഴ്സ് ത്രൂ ദ ബാങ്ക്സ് ഡെബിറ്റ് കാർഡ്. ഇതല്ലേ ആക്ച്വലി കറക്റ്റ് എന്ന് പറഞ്ഞാൽ മെർച്ചൻറ്റ് ആക്ച്വലി ബാങ്കിന് കുറച്ച് കാശ് അടയ്ക്കണം. എന്തിന്? ഈ ഡെബിറ്റ് കാർഡ് വഴി കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങുമ്പോൾ മെർച്ചൻ്റ് ആണ് ബാങ്കിന് കാശ് അടയ്ക്കേണ്ടത്. ഇത് ആക്ച്വലി ഒരു ഫീസ് പോലല്ലേ? നേരത്തെ പറഞ്ഞ ആലോചിച്ച് നോക്കിയേ. ഇപ്പം 500 രൂപയ്ക്ക് മെർച്ചൻ്റ് ഒരു സാധനം വിറ്റു. 500 രൂപയാണ് ഒരു സാധനത്തിൻ്റെ. പക്ഷേ ബാങ്കിന് നമ്മൾ 50 രൂപ ഫീസ് കൊടുക്കുമ്പോൾ ബാക്കി എത്ര വരും? 450 രൂപ മാത്രമേ ഈ പറയുന്ന കടക്കാരന് ലഭിക്കുന്നുള്ളൂ. ഒരു ഡിസ്കൗണ്ട് കുറവല്ലേ, കുറച്ച് കാശേ കിട്ടുന്നുള്ളൂ. അതാണ് ആക്ച്വലി മെർച്ചൻറ്റിന് കുറച്ച് കാശേ കിട്ടുന്നുള്ളൂ. അതാണ് ഈ ഒരു ടേമിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ രീതിയിൽ ചിന്തിച്ചാൽ നമുക്ക് ഈ ആൻസറിലോട്ട് പെട്ടെന്ന് എത്താം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 7th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഓർ ആർ ദ കോൺസിക്വൻസസ് ഓഫ് എ കൺട്രി ബിക്കമിങ് മെമ്പർ ഓഫ് NSG ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഗ്രൂപ്പ് ആണ്. ഒന്നാമത്തെ ഓപ്ഷൻ, ഇറ്റ് വിൽ ഹാവ് ആക്സസ് ടു ദ ലേറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് എഫിഷ്യൻറ്റ് ന്യൂക്ലിയർ ടെക്നോളജി. ശരിയായിരിക്കത്തില്ല. വളരെ ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ. ഇതിനകത്ത് തെറ്റിക്കാൻ പറ്റിയ ഒന്നും കാണുന്നില്ല അങ്ങനെ ഓപ്ഷൻസ് ഒന്നും. ഈ ഒരു ഗ്രൂപ്പിൽ അംഗമായി കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ ടെക്നോളജി കിട്ടുമെന്ന് കറക്റ്റ് ആയിരിക്കും. കാരണം ആ ഒരു ഗ്രൂപ്പിൻ്റെ പേര് തന്നെ ന്യൂക്ലിയർ സപ്ലയർ ഗ്രൂപ്പ് എന്നാണ്. എന്തോ നമുക്ക് തരുന്നത് പുതിയ ടെക്നോളജി ആവാം, റോ മെറ്റീരിയൽസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് എടുക്കാം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഇറ്റ് ഓട്ടോമാറ്റിക്കലി ബിക്കംസ് എ മെമ്പർ ഓഫ് NPT. ഓട്ടോമാറ്റിക്കലി NPTയുടെ ഒരു മെമ്പറായി മാറുമെന്ന്. ഇതിന് നമുക്കിപ്പോൾ എടുക്കാൻ പറ്റിയ എക്സാമ്പിൾ ഒരു രാജ്യം ഓർക്കുക, ഇന്ത്യ പോലൊരു രാജ്യം. ഇന്ത്യ ആക്ച്വലി NSGയുടെ മെമ്പർ ആണോ? ആലോചിച്ച് നോക്കുക. ഇന്ത്യക്ക് NSGയുടെ മെമ്പർ ആവണമെന്ന് താല്പര്യമുണ്ട്. അതെ, ഇന്ത്യ NSGയുടെ മെമ്പർ ആണ്. പക്ഷേ ഇന്ത്യക്ക് NPTയിൽ മെമ്പർ ആവണമെന്ന് താല്പര്യവും ഇല്ല. ഓക്കെ, അത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ അത്തരത്തിലുള്ളൊരു ഫോറിൻ പോളിസിയാണ് ഇന്ത്യക്ക് താല്പര്യമുള്ളത്.
NSGയിൽ ഒരു മെമ്പർ ആയി എന്ന് വിചാരിച്ചുകൊണ്ട് NPTയിൽ മെമ്പർ ഓട്ടോമാറ്റിക്കലി ആവുമോ? ഇല്ല. അതിൻ്റെ പറ്റിയ ഉദാഹരണമാണ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യ അത്തരത്തിലുള്ള ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നില്ല. പിന്നെ വേറെ രീതിയിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതേപോലെ ഓട്ടോമാറ്റിക്കലി, ഫ്രീക്വൻ്റ്ലി, സഡൻ അങ്ങനെ ചില വാക്കുകൾ വരുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് സൂക്ഷിക്കുക. കാരണം അത്തരം ക്വസ്റ്റ്യൻസിൽ ക്വസ്റ്റ്യൻ ഇടുന്ന വ്യക്തി എന്തോ ഒരു പ്രശ്നം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് ആ ക്വസ്റ്റ്യനിൽ വരുന്നത്. ഓക്കെ, അങ്ങനെ പറ്റുവാണെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് തെറ്റായിട്ട് എടുക്കാവുന്നതാണ്. അങ്ങനെ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, NSGയുടെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, 8ാമത്തെ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ ലോജിക്ക് എപ്പോഴും വർക്ക് ആവണമെന്നില്ല. ഈ 8ാമത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി ഇന്ത്യയുടെ ഡിസിഷൻ ടു ലെവി ഈക്വലൈസേഷൻ ടാക്സ് ഓഫ് 6% ഓൺ ഓൺലൈൻ അഡ്വർടൈസ്മെന്റ് സർവീസസ് ഓഫേർഡ് ബൈ നോൺ റെസിഡൻറ്റ് എന്ന് പറയുമ്പം ഗൂഗിളോ ഫേസ്ബുക്കോ പോലുള്ള അതേപോലുള്ള എന്താ പറയുക ഫീച്ചേഴ്സിനകത്തൊക്കെ ആഡ്സ് വരുമല്ലോ, പരസ്യങ്ങൾ വരാറുണ്ട്, അറിയാം. അപ്പോൾ അതിനു വേണ്ടി ഇന്ത്യ ആ സമയത്ത് 2018 ഇറക്കിയ ഒരു ടാക്സ് ആണ് ഈക്വലൈസേഷൻ ടാക്സ്. അപ്പോൾ ഇത് കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ കണ്ടന്റ് വേണം, കറക്റ്റ് കണ്ടന്റ് അറിയണം. കണ്ടന്റ് ഇല്ലാതെ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതിനകത്ത് എലിമിനേഷൻ വർക്ക് ആവത്തില്ല. സോ ഇത് ആക്ച്വലി ഇതിൻ്റെ ഉത്തരം മാത്രം പറഞ്ഞിട്ട് പോകാൻ പറ്റൂ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അല്ലാതെ പ്രത്യേകിച്ച് എലിമിനേഷൻ വർക്ക് ആവില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കണ്ടന്റ് ഇസ് ദ കിങ്. അല്ലാതെ അതിലപ്പുറം നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. കണ്ടന്റ് വേണം. എലിമിനേഷൻ മാത്രം കൊണ്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റ് ആക്കാൻ കഴിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ 9ാമത്തത്, ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി FRBM-നെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ട് ഹാസ് റെക്കമെൻഡഡ് ഡെപ്റ്റ് ടു GDP റേഷ്യോ 60% ആക്കണമെന്ന് പറയുന്നു ബൈ 2023. അതിൽ തന്നെ 40% സെൻറ്ററും 20% സ്റ്റേറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, 40% സെൻറ്ററും 20% സ്റ്റേറ്റും ആയിരിക്കണമെന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡൊമസ്റ്റിക് ലയബിലിറ്റീസ് അല്ലെങ്കിൽ കടങ്ങളിനകത്ത് സെൻട്രൽ ഗവൺമെൻറ്റിന് 21%വും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് 49% ഉണ്ടെന്നും പറയുന്നു. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ്റിന് 21, സ്റ്റേറ്റ് ഗവൺമെൻറ് 49. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കിയേ. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ എ സ്റ്റേറ്റ് ടു ടേക്ക് ദ സെൻട്രൽ ഗവൺമെൻറ് കൺസെൻറ്റ് ഫോർ റേസിങ് എനി ലോൺ ഇഫ് ദ ഫോമർ ഓസ് എനി ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി. ഇത് ആക്ച്വലി ലക്ഷ്മികാന്തിനകത്തുള്ള ഒരു ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഓപ്ഷൻ. ആർട്ടിക്കിൾ 242 ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. 242 ആണ് ഇതെന്ന് തോന്നുന്നു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് സ്റ്റേറ്റിന് മാൻഡേറ്ററി ആണ്. ആരുടെ കൺസെൻറ്റ് എടുക്കണം? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺസെൻറ്റ് എടുക്കണം. ഏതവസ്ഥയിൽ? അവർക്ക് ഇനിയും എന്തെങ്കിലും അധിക കടങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് അനുവാദം വേണം. നമുക്കിപ്പോൾ കറക്റ്റ് ഒരു എക്സാമ്പിൾ ഉണ്ട്, കേരളത്തിൻ്റെ ഒരു എക്സാമ്പിളൊക്കെ വെച്ച് നമുക്ക് ഇത് ആക്ച്വലി കറക്റ്റായിട്ട് എടുക്കാവുന്നേ ഉള്ളൂ, തേർഡ് ഓപ്ഷൻ. മാത്രമല്ല ഇത് ലക്ഷ്മികാന്തിനകത്തുള്ള കണ്ടന്റ്, ഇതെല്ലാവരും പഠിക്കുന്ന കണ്ടന്റ്. സോ മൂന്നാമത്തെ കറക്റ്റായിട്ട് എടുക്കുന്നു. ഇനി ഈ രണ്ട് ഓപ്ഷൻസ് നോക്കിയേ, 1ഉം 2ഉം തമ്മിൽ എന്താ പറയുക, രണ്ടും കോൺട്രാഡിക്ടറി ഓപ്ഷൻസ് അല്ലേ? കാരണം വേറൊന്നുമല്ല, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ ഒരു ഫസ്റ്റ് ഓപ്ഷനിൽ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് 40%വും സ്റ്റേറ്റ് 20% എന്നാണ് പറയുന്നത്, ഡെപ്റ്റ് ടു GDP റേഷ്യോ. താഴെ വരുമ്പോഴത്തേക്കും അതങ്ങ് തിരിഞ്ഞ് 21% സെൻട്രലിൻ്റെ കടങ്ങളും 49% സ്റ്റേറ്റിൻ്റെ. അപ്പോൾ രണ്ടും തമ്മിൽ കോൺട്രാഡിക്ടറി അല്ലേ? രണ്ടും എന്തായാലും ഒരുമിച്ച് ശരിയാവത്തില്ല. അപ്പോൾ ഇതിൽ ഏതോ ഒരെണ്ണം തെറ്റാണ്, 1 അല്ലെങ്കിൽ 2 തെറ്റാണ്. ഇനി നമ്മൾ കുറച്ചുകൂടെ ലോജിക്ക് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, എപ്പോഴും സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കും കൂടുതൽ കടങ്ങളുള്ളത്. കാരണം ഡിഫൻസ് സെക്ടർ ഉണ്ട്, പിന്നെ ജോലി, ഓൾ ഇന്ത്യ ലെവലിൽ കാര്യങ്ങൾ നോക്കണം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് പറയാം ഓപ്ഷൻ 2 തെറ്റാണ്. എപ്പോഴും സെൻട്രൽ ഗവൺമെൻറ്റിന് കൂടുതൽ കടങ്ങളാണ് ഉള്ളത്. അങ്ങനെ നമുക്ക് 1 and 3 ഇവിടെ എത്താൻ പറ്റും. 1 and 3. ഓക്കെ, 1ഉം 3ഉം. സോ ഇത് അങ്ങനെ നമുക്ക് കറക്റ്റ് ആക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ദ ക്വാണ്ടിറ്റി ഓഫ് ഇമ്പോർട്ടഡ് എഡിബിൾ ഓയിൽ ഈസ് മോർ ദാൻ ദ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഓഫ് എഡിബിൾ ഓയിൽ ഇൻ ലാസ്റ്റ് 5 years. ഇത് ആക്ച്വലി എഡിബിൾ ഓയിൽസ്, പാം ഓയിൽ, അങ്ങനത്തെ, അതേപോലെ മസ്റ്റാർഡ് ഓയിൽ, അതൊക്കെ ഉൾപ്പെടുന്നതാണ് എഡിബിൾ ഓയിൽസ്. അപ്പോൾ നമ്മൾ
കുറച്ച് കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ പാം ഓയിൽ ആക്ച്വലി ഭയങ്കര കുറവാണ് പ്രൊഡക്ഷൻ. അതിനുവേണ്ടി ഇപ്പൊ കുറെ പുതിയ പുതിയ സ്കീംസ് ഒക്കെ ഇറക്കുന്നുണ്ട് നോർത്ത് ഈസ്റ്റിലൊക്കെ പാം ഓയിൽ കൾട്ടിവേഷൻ ഒക്കെ നടത്താൻ. ഇപ്പൊ കൂടുതൽ നമ്മൾ മലേഷ്യ, ഇന്തോനേഷ്യ രാജ്യങ്ങളിൽ നിന്നാണ് പാം ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതൊരു കണ്ടന്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് ആക്ച്വലി കറക്റ്റ് ആക്കാൻ സാധിക്കുന്നത്. കണ്ടന്റ് ഇല്ലെങ്കിൽ ചെറിയ ഒരു പ്രശ്നം വരും. സ്റ്റിൽ കണ്ടന്റ് വെച്ച് നമുക്ക് എടുക്കാം. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന, പത്രം വായിക്കുന്നവർക്കെല്ലാം അറിയാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ. ദ ഗവൺമെന്റ് ഡസ് നോട്ട് ഇമ്പോസ് എനി കസ്റ്റം ഡ്യൂട്ടി ഓൺ ഓൾ ദി ഇമ്പോർട്ടഡ് എഡിബിൾ ഓയിൽ. ആലോചിച്ച് നോക്കിയേ, ഗവൺമെന്റ് ഒരു കസ്റ്റം ഡ്യൂട്ടിയും ഇമ്പോസ് ചെയ്യുന്നില്ലെന്ന്. എന്ന് പറഞ്ഞാൽ വേറെ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന പാം ഓയിലിൽ ഒരു ടാക്സ് ഇടുന്നില്ലെന്ന്. പോരാത്തന്നെ അവർ വീണ്ടും പറയുന്നു ഓൺ ഓൾ, എല്ലാ ഇമ്പോർട്ടഡ് എഡിബിൾ ഓയിൽസിലും. ആ എക്സ്ട്രീം നോക്കിയേ, ഭയങ്കര എക്സ്ട്രീം അല്ലേ. എന്ന് പറഞ്ഞാൽ ഒന്നാമത് ആദ്യമേ അവർ പറയുന്നു നോ കസ്റ്റം ഡ്യൂട്ടി ഒന്നുമില്ല. രണ്ടാമത് അവർ പറയുന്നു എല്ലാ ഓൾ ഇമ്പോർട്ടഡ് എഡിബിൾ ഓയിൽസിലും എന്താ പറയുക, ഒരു കസ്റ്റം ഡ്യൂട്ടി ഇല്ലെന്ന്. എന്തെങ്കിലും ഒരു കസ്റ്റം ഡ്യൂട്ടി കാണാൻ സാധ്യതയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതേപോലെ എത്ര തരം എഡിബിൾ ആയിട്ടുള്ള ഓയിൽസ് ഉണ്ടായിരിക്കും ഇമ്പോർട്ട് ചെയ്യുന്നത്, എത്ര രാജ്യങ്ങളിൽ നിന്നുണ്ടായിരിക്കും. ഒരു രാജ്യത്തിന്മേലും ഒരു ടാക്സും ഇല്ല എന്ന് പറയുന്നത് അത് ലോജിക്കലി ചിന്തിച്ചാൽ തെറ്റാന്നേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഗവൺമെന്റ് അങ്ങനെ ഒരു പോളിസി വെക്കത്തില്ല. ഇനി കഴിഞ്ഞ ഞാൻ വീഡിയോയിൽ പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ എപ്പോഴും ആ ക്വസ്റ്റ്യൻ തെറ്റായിരിക്കണം എന്ന് ഉറപ്പിക്കും. ഒരു ചാലഞ്ചിന് പോലും ഒരു അവസരം കൊടുക്കില്ലെന്ന് വിചാരിക്കും. ഇത് ഓക്കെ. ഇപ്പോൾ ആ പുള്ളിക്ക് ക്വസ്റ്റ്യൻ ഇടാണ് ഗവൺമെന്റ് ഡസ് നോട്ട് ഇമ്പോസ് എനി കസ്റ്റം ഡ്യൂട്ടി ഓൺ ഓൾ ഇമ്പോർട്ടഡ് എഡിബിൾ ഓയിൽ. അവിടം വരെ ഇട്ടാൽ പോരെ, ആ ക്വസ്റ്റ്യൻ ഓക്കെ ആയല്ലോ. പക്ഷെ എന്നിട്ടും പുള്ളി ഒരു എക്സ്ട്രാ പോയിന്റ് കൊടുത്തേക്കുന്നുണ്ടോ, ആസ് എ സ്പെഷ്യൽ കേസ്. ആസ് എ സ്പെഷ്യൽ കേസ് എന്ന് കൊടുത്തിരിക്കുന്നത്, ഇനി എങ്ങാണ് എന്തെങ്കിലും സ്പെഷ്യൽ കേസ് വന്നിട്ടുണ്ടെങ്കിലോ. സോ ആ ഒരു സാധ്യതയും വരാതിരിക്കാൻ വേണ്ടിയാണ് അതും കൂടെ എടുത്തു പറഞ്ഞേക്കുന്നത്. ഡസ് നോട്ട് ഇമ്പോസ്, അതും കൂടെ ആ സ്പെഷ്യൽ കേസ് കൂടെ എടുത്തു പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു ചാൻസും ഇല്ല. എന്തായാലും ഈ ഓപ്ഷൻ തെറ്റാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അങ്ങനെ ആ ഓപ്ഷൻ തെറ്റെന്ന് എടുത്തു, നമ്മൾ ഓപ്ഷൻ എയിലോട്ട് പോയി. പക്ഷെ ഈ ഒരു ഓപ്ഷൻ 1 നമുക്ക് കണ്ടന്റ് വെച്ച് കിട്ടുന്നതാണ്, പത്രം വായിക്കുന്നത് വഴി നമുക്ക് കിട്ടും. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 11th ക്വസ്റ്റ്യൻ കണ്ടോ. ഹി റോട്ട് ബയോഗ്രഫീസ് ഓഫ് മസിനി, ഗരിബാൾഡി, ശിവാജി. എന്നിട്ട് ഹി സ്റ്റേഡ് ഇൻ അമേരിക്ക ഫോർ സം ടൈം, ആൾസോ എലക്റ്റഡ് ടു സെൻട്രൽ അസംബ്ലി. ഇത് ആക്ച്വലി ഒരു കണ്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റിൽ ഇതിനകത്ത് അമേരിക്കയിലൊക്കെ താമസിച്ചൊരു വ്യക്തി, എന്തായാലും ബിപിൻ ചന്ദ്രപാലൊക്കെ പോയിട്ടുണ്ടോ? അരവിന്ദ് ഘോഷ് പോയിട്ടില്ല. നെഹ്റു അവിടെ താമസിച്ചിട്ടുണ്ടോ? അറിയില്ല. നമുക്ക് എന്തായാലും ഓരോ ഓപ്ഷൻ വെട്ടിക്കളയാം. എന്താ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആട്ടോ. കുറച്ചുകൂടെ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയത്. ഇതിനകത്ത് ലോജിക്ക് വേറെ വർക്ക് ചെയ്യാൻ സാധ്യത കുറവാണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് LSGS പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഈ കൊല്ലം പേപ്പർ 2 അല്ല പേപ്പർ 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആയത്. സോ ഇതിൽ നിന്ന് നമുക്ക് UPSC ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ആധാർ കാർഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ് ഓർ ഡൊമിസൈൽ. അപ്പോൾ ആധാർ കാർഡിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. ആധാർ കാർഡ് കയ്യിലുള്ള എല്ലാവർക്കും അറിയാം, അതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ആക്ച്വലി ആധാർ കാർഡ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ് എന്ന്. ഇത് ആക്ച്വലി ഓൺലി നമ്മുടെ ഒരു അഡ്രസ്സ് മാത്രമേ പറയുന്നുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും നമ്മുടെ സിറ്റിസൺഷിപ്പിന് പറ്റിയ ഒരു സാധനമല്ല, അതിനുള്ള പ്രൂഫ് അല്ല ആധാർ കാർഡ്. ഓക്കെ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് എടുക്കാം. ഇനി അടുത്ത സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലോട്ട് നോക്കാം. ഒരു വട്ടം ആധാർ നമ്പർ ഇഷ്യൂ ചെയ്താൽ പിന്നീട് അത് ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഓർ ഒമിറ്റഡ് ബൈ ദ ഇഷ്യൂയിങ് അതോറിറ്റി. ഒന്ന് ലോജിക്ക് ആലോചിച്ച് നോക്കിയേ, എന്ത് വലിയ ഒരു തെറ്റത്. കാരണം നമ്മുടെ ഗവൺമെന്റ് ആണല്ലോ ഇഷ്യൂയിങ് അതോറിറ്റി. അപ്പോൾ ഗവൺമെന്റ് ഒരു വട്ടം ഒരു വ്യക്തിക്ക് ഒരു ആധാർ കാർഡ് ഇഷ്യൂ ചെയ്ത് പിന്നെ ഗവൺമെന്റിന് അത് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആ ആധാർ നമ്പർ ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഇപ്പോൾ ഈ പറയുന്ന വ്യക്തി എന്തെങ്കിലും ടെററിസ്റ്റ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ ഗവൺമെന്റിന് അത് ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ആ രീതിക്ക് നമ്മൾ ചിന്തിച്ച് നോക്കി. ഇതൊന്നും ചിലപ്പോൾ നമുക്ക് ഒരു കണ്ടന്റ് വായിച്ചാൽ പോലും കിട്ടാത്തൊരു സ്റ്റേറ്റ്മെന്റാണ് ഈ രണ്ടാമത്തേക്ക്. അവിടെ നമ്മൾ പ്യുവർ ലോജിക്ക് ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ. പല രീതിയിൽ ചിന്തിച്ച് നോക്കുക. ചിലപ്പം നമുക്ക് തന്നെ അറിയാവുന്ന വ്യക്തികൾ കാണും, ഈ ആധാർ നമ്പരൊക്കെ ഡീആക്ടിവേറ്റ് ആയ വ്യക്തികളുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ചിന്തിച്ച് ഉത്തരത്തിലോട്ട് ഇടുക. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. രണ്ടും തെറ്റാണ്. ഓക്കെ.
സോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ന്യൂസ് ആർട്ടിക്കിളാണ്. ഇത് നവംബർ 2-ന് വന്ന ന്യൂസ് ആർട്ടിക്കിൾ. ഓക്കെ, നവംബർ 2-ന് വന്ന ന്യൂസ് ആർട്ടിക്കിളാണ്. സോ ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിറ്റീസിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കൂടുന്നുണ്ട്. നോൺ കമ്മ്യൂണിക്കബിൾ എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നു. ഈ ഇടയ്ക്ക് ബംഗളൂരു മെട്രോ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ഒരു ബസ് ഡ്രൈവർ മരണപ്പെടുകയുണ്ടായി, കാർഡിയാക് അറസ്റ്റ് വഴി. അതിനെ ബേസ് ചെയ്തുള്ള ഒരു ആർട്ടിക്കിളാണിത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ സിറ്റീസ്, പല സിറ്റീസിലും ഏറ്റവും കൂടുതൽ പണി എടുക്കുന്നത് അല്ലെങ്കിൽ ആ സിറ്റീസിനെ ബ്യൂട്ടിഫുൾ ആയി നിർത്തുന്നത് ഈ പറയുന്ന പോലെ ഡെയിലി ജോബ് വർക്കേഴ്സ് ഉണ്ട്, പിന്നെ സാനിറ്റേഷൻ വർക്കേഴ്സ്, വേസ്റ്റ് മാനേജ്മെന്റ് വർക്കേഴ്സ്, അങ്ങനെയുള്ളവർ ആണ് എല്ലാ പണികളും ഡെയിലി അവർ എടുക്കുന്നത്. അതുകൊണ്ടാണ് ആ സിറ്റി നന്നായി സക്സസ്ഫുള്ളി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത്തരം ജോലി എടുക്കുന്ന വ്യക്തികൾക്ക് അവിടെ ഹെൽത്ത് ഇൻഷുറൻസോ അല്ലെങ്കിൽ അവർക്ക് വേതനങ്ങളോ കോൺട്രാക്റ്റോ ഒന്നുമില്ല. ഓക്കെ, സോ എന്താണ് അതിൻ്റെ ഇഷ്യൂസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം, ഈ വ്യക്തികൾ അല്ലെങ്കിൽ ഇത്തരം ആളുകൾ ഗിഗ് വർക്കേഴ്സ് എന്ന് പറയും. ഇവർ ഫേസ് ചെയ്യുന്ന ഒന്നാമത്തെ പ്രശ്നം പുവർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോളിസീസ് ഒന്നും കറക്റ്റായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല. അർബൻ ഡെവലപ്മെൻറ്റോ അങ്ങനത്തെ പോളിസീസോ ബാക്കി കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ജീവിതശൈലി രോഗങ്ങളുടെ സർവേലൻസോ ഒന്നും കറക്റ്റായിട്ട് നടക്കുന്നില്ല. പിന്നീട് അവർ പറയുന്നത് ട്രിപ്പിൾ ഹെൽത്ത് ബർഡൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ട്രിപ്പിൾ ഹെൽത്ത് ബർഡൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന്, അവരുടെ വർക്കിംഗ് കണ്ടീഷൻ ഭയങ്കര ദാരുണമായിരിക്കും, ഹസാർഡിയസ് വർക്ക് എൻവയറമെൻറ്റ്. 2, ലിമിറ്റഡ് ഹെൽത്ത് കെയർ ആക്സസ്. പിന്നെ മൂന്നാമത്തേത് ഫൈനാൻഷ്യൽ വൾണറബിലിറ്റി. ഈ 3 പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ട്രിപ്പിൾ ഹെൽത്ത് ബർഡൻ, ഒന്ന് കാശില്ല, 2 ഹെൽത്ത് കെയർ ആക്സസ് ഇല്ല, 3 ഹസാർഡിയസ് ആയിട്ടുള്ള വർക്ക് എൻവയറമെൻറ്റ്. ഓക്കെ, പിന്നീട് ഇപ്പോൾ പുതിയൊരു പഠനം പറയുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങൾ ടൊബാക്കോ അതേപോലെ ആൽക്കഹോൾ കൺസംഷൻ വഴിയായിരുന്നു കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് അർബൻ ഏരിയാസിൽ. പക്ഷെ ഇപ്പോൾ അത് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, പിന്നെ ഒബീസിറ്റി, വണ്ണം കൂടുന്നത്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കാരണമാണ് ഇപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങൾ അർബൻ ഏരിയാസിൽ ഉണ്ടാകുന്നത്. സോ വാട്ട് ആർ ദ സൊല്യൂഷൻസ്? ഇതിന് വേണ്ട സൊല്യൂഷൻസ് എന്തൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിക്കുക, എന്നിട്ട് റിയൽ ടൈം മോണിറ്ററിങ്, റിയൽ ടൈം മോണിറ്ററിങ് ചെയ്യുക. ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ച് എല്ലാ വ്യക്തികളെയും കറക്റ്റ് ടൈമിൽ സ്ക്രീനിങ് നടത്തി അവരുടെ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കുക. പിന്നെ അവർ പറയുന്നത് പ്രൈമറി ഹെൽത്ത് കെയർ സെൻറ്റേഴ്സും അതൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുക, കുറച്ചുകൂടി ആക്റ്റീവ് ആവുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിൾ വഴി പറയുന്നത്. ഓക്കെ, സോ നമുക്കൊന്ന് ഷോർട്ടായിട്ടൊന്ന് നോക്കാം. എന്തൊക്കെയാണ് റീസൺസ് ഫോർ ദ പുവർ അർബൻ ഹെൽത്ത്? പുവർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ഹെൽത്ത് പോളിസീസ്, നേരത്തെ പറഞ്ഞു. ട്രിപ്പിൾ ഹെൽത്ത് ബർഡൻ എന്തൊക്കെയാ? ഹസാർഡിയസ് ആയിട്ടുള്ള വർക്ക് എൻവയൺമെൻറ്റ്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, പിന്നെ ഹെൽത്ത് കെയറിൻ്റെ ആക്സസ്. പിന്നെ ഇപ്പോൾ കൂടി വരുന്ന രോഗങ്ങൾ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിക്സ്, ഒബീസിറ്റി ഒക്കെയാണ്. ഇനി ഇതിനുള്ള സൊല്യൂഷൻസ്, റിയൽ ടൈം മോണിറ്ററിങ് ഓഫ് ഹെൽത്ത്, പിന്നെ അവയർനെസ്, ഇൻഡിവിജ്വൽ ലെവലിലും കമ്മ്യൂണിറ്റി ലെവലിലും അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ്, ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് അവയർനെസ് കൊടുക്കുക. പിന്നെ അർബൻ ലോക്കൽ ബോഡീസുമായിട്ട് ഒത്തൊരുമിച്ച് ഹെൽത്ത് സെക്ടേഴ്സ് പുതിയ പുതിയ പ്ലാൻസ് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക. സോ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ആ ഒരു ആർട്ടിക്കിൾ അവിടെ കഴിഞ്ഞു. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, ഇതോടുകൂടി തീരുകയാണ്. സോ ഈ ഒരു ഇനിഷ്യേറ്റീവ് ഫോളോ ചെയ്യുന്നവർ എന്തായാലും ആദ്യത്തെ വീഡിയോ തൊട്ട് കണ്ടുവരിക എന്ന് ഞാൻ പറയുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഇടയ്ക്ക് വെച്ചൊരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തില്ല. വീഡിയോസ് മൂവ് ചെയ്യും തോറും നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണവും കൂടും, കൺസെപ്റ്റ് പറഞ്ഞു തരുന്ന രീതി പെട്ടെന്നായിരിക്കും. അപ്പോൾ ആദ്യത്തെ വീഡിയോസിൽ നന്നായിട്ടായിരിക്കും ഞാൻ കൺസെപ്റ്റ് പറഞ്ഞു തരിക. സോ നിങ്ങൾ എല്ലാ വീഡിയോസും ഒന്നേന്ന് പറഞ്ഞ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഗൈസ്.